അസ്സലാമു അലൈക്കും. അസൂയ ഉള്ളവന് ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ ഖബാഇർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. وكان بعض الصلحاء يجلس بجانب ملك ينصحه. ഒരു രാജാവിന് നന്മ ഉപദേശിക്കാൻ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ويقول له أحسن إلى المحسن بإحسانه فإن المسيء ستكفيه إساءته. സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നന്മ നിങ്ങൾ ചെയ്തു കൊടുക്കണം. എപ്പോഴും അദ്ദേഹം ആ രാജാവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പണ്ഡിതൻ ആ രാജാവിനോട് എപ്പോഴും ഉപദേശിക്കുന്നു, അഹ്സിൻ ഇലൽ മുഹ്സിനി ബി ഇഹ്സാനിഹി ഫഇന്നൽ മുസീഅ സതക്ഫീഹി ഇസാഅതുഹു. നന്മ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതിൻ്റെ പരിണിത ഫലവും അനുഭവിക്കാനുള്ള അവസരവും നിങ്ങൾ വിട്ടുകൊടുക്കുക. അങ്ങനെ രാജാവിന് നന്മ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനും ആ രാജാവുമായി നല്ല അടുപ്പത്തിലായി. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ശുപാർശ ചെയ്താൽ രാജാവ് അത് ഏറ്റെടുക്കുന്ന വിധത്തിൽ ആ പണ്ഡിതൻ അടുത്തു രാജാവിനോട്. അപ്പോൾ ഫഹസദഹു അലാ ഖുർബിഹി മിനൽ മലികി മഅദുൽ ജഹല. ചില വിഡ്ഢികളായ ആളുകൾക്ക് രാജാവിനോട് ഇത്ര അടുപ്പമുണ്ടായതിൻ്റെ പേരിൽ ആ പണ്ഡിതനോട് വലിയ അസൂയയുണ്ടായി. അപ്പോൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കണം, അതിനു വേണ്ട കുതന്ത്രങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് തൻ്റെ പ്രജകളിൽപ്പെട്ട ഒരാൾ വിചാരിച്ചു. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം, എന്നിട്ട് ആ സ്ഥാനം എനിക്ക് നേടണമെന്ന് ഒരാൾ വിചാരിച്ചു. ഫസഅബിഹിൽ മലിക്. അങ്ങനെ അദ്ദേഹം രാജാവിനോട് അതിനുള്ള കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ഫഖാല ലഹു, രാജാവിനോട് പറഞ്ഞു, ഇന്നഹു യസ്അമു അന്നക അബ്ഖറു. നിങ്ങൾ നല്ല അടുപ്പക്കാരനായി കാണുന്ന ഉപദേശകനുണ്ടല്ലോ, അദ്ദേഹം ആള് പോക്കാണ് കേട്ടോ. അപ്പം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ വായനാറ്റമുള്ള ആളാണ് എന്ന് സമൂഹത്തിൽ മൊത്തത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് രാജാവിനോട് ഈ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. വഅമാറതു ദാലിക അന്നക ഇദാ ഖറുത മിൻഹു യദഉ യദഹു അലാ അൻഫിഹി ലിഅല്ലാ യശുമ്മ റായിഹത്തൽ ബഖ്രി. നിങ്ങളൊരൽപ്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ പറയാനും ഉപദേശിക്കാനും ഫത്വ ചോദിക്കുമ്പോൾ അത് പറയാനൊക്കെ ആളുടെ ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണല്ലോ ഇരിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് അടുത്തേക്ക് ഇരുത്തണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വായുടെ മുകളിൽ മൂക്കിന് മുകളിൽ ഇങ്ങനെ കൈവെക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇതാണ് തെളിവ്. എന്തിനാ അങ്ങനെ വെക്കുന്നതിൽ? അല്ലാ യശുമ്മ റായിഹത്തൽ ബഖരി. നിങ്ങളുടെ വായുനാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി, അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഓ, അപ്പൊ രാജാവ് പറഞ്ഞു, ഇൻസരിഫു ഹത്താ അൻദുറ. എന്നാ നീ അവനെ കൊണ്ടുപോവാ, ആ പണ്ഡിതനെ കൊണ്ടുപോവാ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. فخرج فدعا الرجل لمنزله وأطعمه ثوما فخرج الرجل من عنده وجاء للملك. അങ്ങനെ രാജാവ് കൊണ്ടുവരാൻ പറഞ്ഞ ദിവസം ഈ അസൂയ വെച്ച ആൾ വിചാരിച്ചു, ഇതിനിപ്പോൾ നല്ല ഒരു പണി കൊടുക്കണമല്ലോ, അതിന് ആദ്യം എന്ത് ചെയ്യും, എൻ്റെ വീട്ടിലൊരു സദ്യ ഒരുക്കാം. അങ്ങനെ ആ സദ്യയിൽ അദ്ദേഹം നല്ല ഒരു വെളുത്തുള്ളിയുടെ അച്ചാറുണ്ടാക്കി. എന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ അച്ചാർ അദ്ദേഹത്തെ തീറ്റിച്ചു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ രാജാവ് വിളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ രാജാവിൻ്റെ അരികിൽ ചെന്നു. വഖാലഹു മിസ്ല ഖൗലിഹി സാബിഖ്, നേരത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നത് പോലെ നല്ലത് ഉപദേശിച്ചുകൊണ്ടിരുന്നു. അപ്പൊ രാജാവ് അദ്ദേഹം അകലെ ഇരുന്നപ്പോൾ പറഞ്ഞു, ഒതിനു മിന്നി, ഒന്ന് അടുത്തിരിക്കും. ഫദന മിൻഹു, രാജാവിൻ്റെ അടുത്തിരുന്നു ആ പണ്ഡിതൻ. ഫവദഅ യദഹു അലാ അൻഫിഹി, സംസാരിക്കുമ്പോൾ അദ്ദേഹം മൂക്കത്ത് കൈവെക്കുന്നു. വഖാഫത അൻ യശുമ്മൽ മലികു മിൻഹു റായിഹത തൂമി, അയാൾ വെക്കണ എന്തിനാണ്? ഞാൻ വെളുത്തുള്ളി തിന്ന ആളല്ലേ, അപ്പൊ എൻ്റെ വാസന അദ്ദേഹത്തിന് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വായുവിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഫഖാലൽ മലികു ഫീ നഫ്സി, അപ്പൊ രാജാവ് വിചാരിച്ചു, മാ അറാ ഫുലാനൻ ഇല്ല ഖദ് സദഖ, ശരിയാട്ടോ, ആ ചങ്ങായി പറഞ്ഞത് ശരിയാണ് കേട്ടോ, കൈവച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ രാജാവിനെ ബോധ്യപ്പെട്ടു, ഇദ്ദേഹം എൻ്റെ ഉപദേശകനാണെങ്കിലും എന്നെക്കുറിച്ച് നാട് നീളെ കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? വകാനൽ മലികു ലാ യക്തുബു ബിഖത്തിഹി ഇല്ലാ ബിജായിസത്തിൻ ഔ സിലത്തിൻ ഫകതബ ലഹു ബിഖത്തിഹി ലിബഅദി ഉമ്മാലിഹി, രാജാവ് ആർക്കെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കൈപ്പടം കൊണ്ട് എഴുതിയിട്ട് കൊടുത്തയക്കുകയാണ് ചെയ്യുക. ഗവർണർക്ക് കൊടുത്തയക്കുക, ഈ വരുന്ന ആൾക്ക് ഇന്നതിൻ്റെ കാര്യം കൊടുക്കണമെന്ന്. അങ്ങനെ നല്ല കാര്യങ്ങൾ, സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് സാധാരണ രാജാവ് എഴുതാറുള്ളത്. അപ്പോൾ ഒരു എഴുത്ത് എഴുതി ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ എന്താ എഴുതണമെന്നറിയോ? ഭയങ്കര വലിയ തീരുമാനമായിപ്പോയി. ഇതാ അതാക സ്വാഹിബ് കിതാബി, ഗവർണർക്ക് എഴുതുക, ഇതാ അതാക സ്വാഹിബ് കിതാബി ഹാദാ ഫദ്ബഹുഹു, എൻ്റെ ഈ കത്തുമായി വരുന്ന ആളുണ്ടല്ലോ അയാളെ അറുക്കണം. എന്നിട്ടോ വസ്ലുഹു, അദ്ദേഹത്തിൻ്റെ തോല് പൊളിക്കണം. വഹ്സു ജിൽദഹു തിബ്നാ, അദ്ദേഹത്തിൻ്റെ തോലിൽ നിറയെ മണ്ണ് നിറക്കണം. എന്നിട്ട് വബഅസ് ബിഹി ഇലയ്യ, അദ്ദേഹത്തെ എന്നിലേക്ക് തിരിച്ചയക്കണം. എന്തിനാ? ഞാൻ വായ്നാറ്റുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ പണ്ഡിതനുള്ള ശിക്ഷയായിട്ട് മറ്റേയാൾ പറഞ്ഞതനുസരിച്ച് ഒരു വല്ലാത്ത തീരുമാനം കൊണ്ട് എഴുതി. ഇവൻ അറുത്തിട്ട് തോല് പൊളിച്ചിട്ട് ഉള്ളിലുള്ള മാംസമൊക്കെ പിഴുതെറിഞ്ഞിട്ട് അതിൽ നിറച്ച് മണ്ണ് നിറച്ചുള്ള കോലം പ്രതിമ എൻ്റെ സദസ്സിൽ കൊണ്ടുവരണം. അന്ന് അരിശം കൊണ്ട് എഴുതിപ്പോയതാണ്. രാജാവിന് നന്മ ഉപദേശിക്കാൻ വന്നാൾ നാട് നീളെ വായി നാറുന്ന രാജാവാണെന്ന് പറഞ്ഞ് പരത്തിയാൽ ഇത് രാജാവിന് സഹിക്കുമോ? അതുകൊണ്ട് രാജാവ് അതിന് ശിക്ഷയായിട്ട് തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫഅഖദൽ കിതാബ, ഈ പണ്ഡിതനായ മനുഷ്യനെ എഴുത്തു വാങ്ങി. വഖറജ, രാജാവിൻ്റെ അരികിൽ നിന്ന് പുറപ്പെട്ടു. ഫലഖിയഹുല്ലദീ സഅ ബിഹി, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുതന്ത്രം പ്രവർത്തിക്കാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അസൂയാലുണ്ടല്ലോ, ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കപ്പോൾ എന്താ സംഭവിക്കുന്നത്? സാധാരണ ഒരു എഴുത്തുമായിട്ട് വരുന്നത് കണ്ട അപ്പോൾ മനസ്സിലാക്കണം നല്ല സമ്മാനമാണ്. അപ്പോൾ ഈ കയ്യിലെ എഴുത്ത് കണ്ടപ്പോൾ അവൻ പിടിച്ചറിച്ചത് വാങ്ങി. അവന് മനസ്സിലായി ഇത് സമ്മാനമാണ്. കാരണം സമ്മാനത്തിന് മുപ്പത് അങ്ങനെ എഴുതും. അപ്പോൾ ഈ കത്തുമായി ഇങ്ങനെ വരുന്നുണ്ടോ ചാടി വീണിട്ട് ഇത് വാങ്ങിയിട്ട് ഗവർണറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ പറഞ്ഞു, എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് രാജാവ് എനിക്ക് തന്ന സമ്മാനത്തിൻ്റെ എഴുത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഫഅഖദഹു, അദ്ദേഹം അത് പിടിച്ചറിച്ച് വാങ്ങി. വമല്ലാഹി ഇലൽ അമലി, എന്നിട്ട് ഗവർണറുടെ അരികിലേക്ക് ഓടുകയാണ്. ഫഖാലൽ ആമിലു ഫീ കിതാബിക അൻ അദ്ബഹക വഅസ്ലഹക, ഗവർണർ ഈ കയ്യിൽ കത്ത് കൊണ്ടുപോയി കൊടുത്തു. പറഞ്ഞു, ഇതിലുള്ള വിവരം എന്താണെന്നറിയോ? എന്താ? അവർ ഇന്നൽ കിതാ, ഇത് നിങ്ങളെ അറുത്ത് തോല് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് രാജാവിൻ്റെ രാജസന്നദ്ധിയിൽ കൊണ്ടുപോകണമെന്നാണ് ഇതിൽ എഴുത്തുള്ളത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പണി പറ്റിച്ചല്ലോ, എന്താ ചെയ്യാ? അസൂയ ഉണ്ടാക്കിയ ആൾ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്നൽ കിതാബ ലൈസ ഹുവ ലി, സത്യത്തിൽ ഇത് എനിക്കുള്ള എഴുത്തല്ല കേട്ടോ, ഇത് എനിക്ക് വേണ്ടി എഴുതിയ എഴുത്തല്ല,
അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് രാജാവുമായിട്ടൊന്ന് ബന്ധപ്പെടണം. അല്ലാഹ അല്ലാഹ ഫീ അംരി ഹത്താ ഉറാജിഅൽ മലിക. എൻ്റെ കാര്യത്തിൽ ഈ സംഗതി നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, രാജാവുമായി നിങ്ങൾ പുനരാലോചന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. രാജാവിനോട് ചോദിച്ചു, ഒരാളെ വിട്ടിട്ട് ചോദിച്ചല്ല, ഈ എഴുത്തിലുള്ളത് നടപ്പിലാക്കിയെന്നല്ലേ, ഇത്രയല്ലേ ചോദിക്കേണ്ടതുള്ളൂ. ഒരു കുട്ടിയെ ദൂതനെ വിട്ടിട്ട് പറഞ്ഞ് കത്തിയിലുള്ളത് നടപ്പിലാക്കിയെന്നല്ലേ എന്ന് ചോദിച്ചു. ആ നടപ്പിലാക്കി തന്നെ, സംശയം വേണ്ട, അതുപോലെ കത്തുമായി കൊണ്ടുവന്നതിന് ശരിയാക്കി വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫദബഹു, ഈ പിത്തനെ ഉണ്ടാക്കി ഈ ചങ്ങായി ഉണ്ടല്ലോ അവനെ അറുത്തു. വസലഖഹു, അവനെ തോല് പിടിച്ചു. വഹാസ ജിൽദഹു തിബ്നാ, അതിൻ്റെ ആ തോലിൽ നിറയെ മണ്ണ് നിറച്ചു, വൈക്കോല് നിറച്ചു. പുല്ല്, വൈക്കോല് പലതും കാണുന്നുണ്ട് ചരിത്രത്തിൽ. ഏതായാലും പുല്ല് നിറച്ചു. ബഅസ ബിഹി, അങ്ങനെ ഈ ഇദ്ദേഹത്തെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞു. പതിവ് പോലെ രാജാവിനെ ഉപദേശിക്കാൻ വരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം രാജാവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഉപദേശം നടത്തുന്ന പണ്ഡിതൻ പിറ്റേ ദിവസവും വന്നിരിക്കുന്നു. ഇയാളർക്ക് തോല് പൊളിച്ചു എന്നപ്പോൾ വിചാരം, പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം പതിവ് പോലെ പണ്ഡിതൻ വന്നിട്ടുണ്ട്. വഖാല മിസ്ല ഖൗലിഹി, സാധാരണ ഉപദേശിക്കുന്നത് പോലെ തന്നെ അയാൾ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഫഅജിബൽ മലിക്കു, രാജാവ് അത്ഭുതപ്പെട്ടു. ഇവനെല്ലാം പുറത്ത് തോല് വിളിച്ചെന്നു തപ്പം കയറി വന്ന സംഭവം എന്താ? വക്കാല, അപ്പൊ ചോദിച്ചു, മാ ഫഅനൽ കിതാബ്, എനിക്കൊരു എഴുത്ത് കിട്ടിയില്ലായിരുന്നോ, എന്താക്കിയ എഴുത്തെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ പറഞ്ഞു, ലഖിയനീ ഫുലാനുൻ, ഒരാള് എന്നെ കണ്ടുമുട്ടി. ഫസ്തവഹബഹു മിന്നി ഫദഫഅതുഹു ലഹു, അദ്ദേഹം എനിക്ക് ഇത് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഫഖാലൽ മലികു, അപ്പൊ രാജാവ് പറഞ്ഞു, ഇന്നഹു ദക്കറ ലീ അന്നക തസഅമു അന്നി അബ്ഖറു, ഞാൻ നിങ്ങളുടെ കാര്യത്തിനാണ് സത്യത്തിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കിയത്. കാരണം നിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായുനാറ്റക്കാരനാണെന്ന് നിങ്ങൾ നാട്ടിൽ മുഴുവനും പറഞ്ഞു നടക്കുന്നു എന്നാണല്ലോ. ഖാല മാ ഖുൽതു ദാലിക, രാജാവേ തിരുമേനി, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഖാല, അപ്പോൾ രാജാവ് ചോദിച്ചു, ഫലിമ വദഅത യദക അലാ അൻഫിക വഫീക, അല്ല അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ ഉപദേശിച്ചപ്പോൾ, ഞാൻ അടുത്തിരുത്തിയിട്ട് നിങ്ങളെ ഉപദേശിച്ചപ്പോൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തിരുത്തി ഉപദേശിച്ചപ്പോൾ നിങ്ങൾ ഇതാ മൂലം വായു വെച്ച് കണ്ട് കയ്യിൽ മൂക്കത്ത് കൈവച്ച് കണ്ടാണല്ലോ ഉപദേശിച്ചത്. അപ്പൊ അയാൾ പറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ വിധി നടപ്പിലാക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫലിമ വദഅത യദക അലാ അൻഫിക വഫീക, ഖാല, അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, അത്അമനി സൂമൻ ഫഖരിഹതു അൻ തസുമ്മഹു, ഞാൻ അങ്ങയുടെ രാജസന്നിധിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഊണ് കഴിച്ചത് ഈ പറയുന്ന കക്ഷിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് എനിക്ക് നല്ലപോലെ അദ്ദേഹം വെളുത്തുള്ളിയുടെ അച്ചാറ് എന്നെ ഭക്ഷിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ വായയുടെ നാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടണ്ടെന്ന് വിചാരിച്ച് അന്ന് ഞാൻ ഉപദേശിച്ചപ്പോൾ കൈവച്ചതാണ് രാജാവേ. കാല, രാജാവ് പറഞ്ഞു, സദഖ്ത, സത്യം, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയിക്കോളി. പാപം ചെയ്തവനും തെറ്റ് ചെയ്തവനും കുറ്റം ചെയ്തവനും അതിൻ്റെ ശിക്ഷ വിധിക്കപ്പെട്ടു പോയി. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മളെ ഉപദേശിക്കുന്നു, ഫതഅമ്മൽ, മനുഷ്യ നീ ചിന്തിച്ചോ, റഹിമക്കല്ലാഹ്, ശുഊമൽ ഹസദ് വമാ ജറ ഇലൈഹി തഅലമു സിർറ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് السابق لا تظهر شماتة لأخيك فيعاقبه الله ويبتليك. ഒരിക്കലും നിന്റെ സുഹൃത്തിന് വന്ന ഒരു പുരോഗതി കണ്ടിട്ട് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, അസൂയ വെക്കരുത്. ഒരിക്കലും നിന്റെ സുഹൃത്തിനെ നീ ചീത്ത പറയരുത്. അവന്റെ ഒരു വിഷമത്തിൽ നീ സന്തോഷിക്കരുത്. നിന്റെ സുഹൃത്തിന് എന്തെങ്കിലും ഒരു വിഷമം വരണമെന്ന് നീ വിചാരിക്കുമ്പോൾ അല്ലാഹു തആല അവന്റെ ആ വിഷമത്തെ നീക്കുകയും അദ്ദേഹത്തിന്റെ ആ വിഷമം നിനക്ക് നൽകുകയും ചെയ്യും
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. അസൂയ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മളെ ഉപദേശിക്കുന്നു. അപ്പോൾ അസൂയ അത് വലിയ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിറകിനെ തീ തിന്നു തീർക്കും പ്രകാരം സൽക്കർമ്മങ്ങളെ ഒരു മനുഷ്യന്റെ അസൂയ തിന്നു തീർക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പുരോഗതി കാണുമ്പോൾ അത് നമുക്ക് സഹിക്കുന്നില്ല. ഒരാളുടെ വളർച്ച കാണുമ്പോൾ, ഉയർച്ച കാണുമ്പോൾ, അയാളൊരു വണ്ടി എടുത്തപ്പോൾ അപ്പോൾ കഴിഞ്ഞ കൊല്ലല്ലോ ഒരു വണ്ടി എടുത്ത്, ഇപ്പോൾ അതാ വേറൊരു വണ്ടി എടുത്തു, എന്താ ഇത് പരിപാടി? അങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവൻ്റെ ആ വണ്ടി അങ്ങനെ നശിച്ചു പോകണം, അവൻ്റെ പ്രസ്ഥാനം നശിക്കണം, അവനൊരു വരുമാനവും വരരുത് എന്ന് വിചാരിക്കാം. അവനെപ്പോലെ എനിക്കും വേണം എന്ന് വിചാരിക്കാം. അതിന് റിബത്തത്ത് എന്നാണ് പറയാം. ഇതല്ല, വേറെ ഒരാളുടെ പുരോഗതി കാണുമ്പോൾ നമുക്ക് സഹിക്കാതിരിക്കാം, അത് നീങ്ങിപ്പോകണം എന്ന് നാം മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഇതാണ് അസൂയ. അത് വിറകിനെ എങ്ങനെയാണോ തീ തിന്നു തീർക്കുന്നത്, ഇതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ അസൂയ തിന്നു തീർക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രാജാവുമായിട്ടുള്ള ഈ അടുപ്പം കൊണ്ട് അസൂയ കൊണ്ട് ആ മനുഷ്യൻ കുതന്ത്രം പ്രവർത്തിച്ചപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനുറഹീമായ റബ്ബേ, ഹൃദയ സംബന്ധമായ ഖൽബിയായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കിബ്ർ, ഹസദ്, റിയാ, ഉജ്ബ് പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. സൽക്കർമ്മങ്ങൾ ഉടനീളം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ആവതാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹിദായത്തും ഈമാനും നീ നിലനിർത്തണേ റഹ്മാനെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.